അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നോമ്പും ഖളആയ നോമ്പും അതിൻ്റെ മുദ്ദും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ നമ്മുടെ സഹോദരന്മാർക്കും നമ്മുടെ സഹോദരിമാർക്കും ഇടയിലുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാർക്ക് എല്ലാ വർഷവും 6-7 നോമ്പ് മിക്ക സ്ത്രീകൾക്കും നഷ്ടപ്പെടാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഖളാ വീട്ടേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ മുദ്ദ എങ്ങനെയാണ് എന്നൊക്കെ സംശയങ്ങൾ ഒരുപാടുണ്ട്. ആ ഒരു വിഷയം ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. പ്രധാനമായിട്ടും 3 രീതിയിലാണ് നോമ്പ് ഖളാ വരുന്നത്. ഒന്ന്, വാർദ്ധക്യം കൊണ്ട് അതല്ലെങ്കിൽ ഭേദമാകുന്നത് പ്രതീക്ഷയില്ലാത്ത മാരകമായ രോഗങ്ങൾ, അത്തരം രോഗികൾ, അതുപോലെ തന്നെ വൃദ്ധരായ ആളുകൾ, അവർക്ക് റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ റമദാൻ കഴിഞ്ഞതിന് ശേഷം അത് ഖളാ വീട്ടാനും സാധിക്കില്ല. അങ്ങനത്തെ ഒരു വിഭാഗം. അതല്ലാതെ റമദാൻ മാസത്തിൽ എന്തെങ്കിലും കാരണം കൊണ്ട്, രോഗം കൊണ്ടോ അതല്ലെങ്കിൽ ഹൈള് നിഫാസ് പോലെയുള്ള കാരണങ്ങൾ കൊണ്ടോ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്ത ആളുകൾ, അവർക്ക് റമദാനിന് ശേഷം നോമ്പ് ഖളാ വീട്ടാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകൾ, അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തത് ഗർഭിണികൾ. ഗർഭിണികൾ 2 രീതിയിൽ വരുന്നുണ്ട്. നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തത് അവരുടെ ആരോഗ്യം ഭയപ്പെട്ടിട്ട് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാതെ വരുന്ന ഗർഭിണികളും, അതുപോലെ തന്നെ വയറ്റിലുള്ള കുട്ടി, ആ കുട്ടിയുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഭയന്നിട്ട് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാതെ വരുന്നവർ. ഇനി കുട്ടിയുടെയും തൻ്റെയും ആരോഗ്യം ഭയന്നിട്ട് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് കരുതി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലാതെയോ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാതെ വരുന്ന ആളുകൾ. ഇതിൽ ഇനി മുദ്ദ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഖളാ എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നോമ്പ് തീരെ നോൽക്കാൻ കഴിയാത്ത വൃദ്ധരായ ആളുകൾ, അവർക്ക് റമദാനിന് കഴിയില്ല, റമദാൻ കഴിഞ്ഞതിന് ശേഷം അത് ഖളാ വീട്ടാനും സാധിക്കില്ല. വൃദ്ധരായ ആളുകൾ, അതുപോലെ തന്നെ ഭേദമാകില്ല എന്ന് പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ ഭേദമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗങ്ങൾ, അങ്ങനത്തെ ആളുകൾ നോമ്പ് അനുഷ്ഠിക്കാൻ അവർക്കത് ഖളാ വീട്ടാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? അവർ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതമാണ് കൊടുക്കേണ്ടത്. അടുത്ത റമദാൻ വരുന്നതിന് മുന്നേ ആയിട്ട് 5 നോമ്പ് അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, 5 നോമ്പല്ല, അവർ തീരെ നോൽക്കാൻ കഴിയാത്ത ആളുകളാണ്. അപ്പോൾ റമദാനിന് മുഴുവനും 30 നോമ്പുണ്ടായിരുന്നെങ്കിൽ 30 മുദ്ദ്, 29 നോമ്പായിരുന്നെങ്കിൽ 29 മുദ്ദ്. ആ ഒരു വിധത്തിൽ പാവപ്പെട്ട ആളുകൾക്ക്, ഫുഖറാ മിസ്കീനിന് അത് ദാനം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയും. ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഖളാ ആയി. ചില സ്ത്രീകൾ ഹൈള് കൊണ്ട്, അതുപോലെ തന്നെ രോഗം കൊണ്ട്, എന്തെങ്കിലും പെട്ടെന്നുണ്ടായ രോഗങ്ങൾ, അതല്ലെങ്കിൽ പനി, അതുപോലെ തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് കാരണത്താൽ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാതെ വരുന്നവർ, അതുപോലെ തന്നെ യാത്രക്കാർ, അപ്പോൾ അവർക്കൊക്കെ ഖളാ ആയിട്ടുണ്ട് നോമ്പ്. അവർ അടുത്തൊരു റമദാൻ വരുന്നതിന് മുന്നേ ആയിട്ട് അതിനെ ഖളാ വീട്ടുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗം, ഈ രണ്ടാമത്തെ വിഭാഗമായ ആളുകൾ, അവർക്ക് ഖളാ വീട്ടാൻ സാധിക്കും എന്നതുകൊണ്ട് അവർക്ക് മുദ്ദില്ല, അവർക്ക് ഖളാ മാത്രമാണുള്ളത്. ഇനി ഇവർക്ക് മുദ്ദ് വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അടുത്തൊരു റമദാൻ വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് അവർ നോമ്പ് അനുഷ്ഠിച്ചില്ല, അത് ഖളാ വീട്ടിയില്ല, പ്രത്യേകമായ കാരണങ്ങളൊന്നുമില്ല, അത് അലസത കൊണ്ട്, അവർ മടി കാണിച്ചത് കൊണ്ട് ഇവർക്കത് വീട്ടാൻ കഴിഞ്ഞില്ല എങ്കിൽ, അവർക്ക് അടുത്തൊരു റമദാൻ വരുന്നതിന് മുന്നേ, ഒരു റമദാൻ കഴിഞ്ഞു എങ്കിൽ, ഈ വർഷത്തെ നോമ്പാണെങ്കിൽ അടുത്ത റമദാൻ വന്നു എന്നിട്ടും അവർ ഖളാ വീട്ടിയില്ല എങ്കിൽ 1 മുദ്ദ് വീതം ഓരോ നോമ്പിന് കൊടുക്കണം. 10 നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 10 മുദ്ദ് കൊടുക്കണം. ഇനി അടുത്തൊരു റമദാൻ കൂടെ വന്നു, രണ്ടാമത് റമദാൻ കൂടെ വന്നു, അന്നും കൊടുത്തില്ല എങ്കിൽ 1 മുദ്ദ് കൂടെ ഓരോ നോമ്പിനും കൂടി. 10 നോമ്പാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അടുത്ത രണ്ടാമത്തെ റമദാൻ വരുമ്പോൾ അത് 20 മുദ്ദായിട്ട് മാറും. അങ്ങനെ ഓരോ റമദാനിനും മുദ്ദ്, ഓരോ നോമ്പിന് വീതം ഓരോ മുദ്ദ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗമാണ് ഗർഭിണികൾ. അവരുടെ മുദ്ദ് എന്ന് പറയുന്നതും അവരുടെ ഖളാ ആയ നോമ്പ് ഖളാ വീട്ടുന്നത് രൂപം എന്ന് പറയുന്നത് 2 വിധത്തിലുണ്ട്. ഗർഭിണികൾ അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട്, അവരുടെ ആരോഗ്യപരമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ കാരണമാണ് നോമ്പ് അനുഷ്ഠിക്കാതെ ഖളാ ആക്കിയത് എങ്കിൽ അവർക്ക് ആ നോമ്പ് ഖളാ വീട്ടിയാൽ മതി, മുദ്ദ് കൊടുക്കേണ്ടതില്ല. ഇനി വയറ്റിലുള്ള കുട്ടിയുടെ എന്തെങ്കിലും പ്രയാസം കൊണ്ടാണ്
അവർക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ വന്നത്, കുട്ടിക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരും ഈ ഗർഭകാലത്ത് അവർ നോമ്പനുഷ്ഠിച്ചാൽ, അങ്ങനെയെങ്കിൽ അത് നോമ്പ് ഖളാ വീട്ടുകയും അതുപോലെ തന്നെ അത് ഇതിന് ഓരോ നോമ്പിനും ഓരോ മുദ് വീതം കൊടുക്കേണ്ടി വരികയും ചെയ്യും. അതുപോലെ തന്നെയാണ് മുല കൊടുക്കുന്ന സ്ത്രീകൾ, അവർ കുട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഭയന്നിട്ടാണ്, അതില്ലെങ്കിൽ മുലപ്പാൽ കുറയും എന്നൊക്കെ ഭയന്നിട്ടാണ് എങ്കിൽ, കുട്ടിയുടെ കാര്യം മാത്രമാണ്, കുട്ടിയുടെ ആരോഗ്യപരമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് എങ്കിൽ ഖളാവും വീട്ടണം, അതുപോലെ തന്നെ മുദ്ദും കൊടുക്കണം. അവളുടെയും അവളുടെ കുട്ടിയുടെയും രണ്ടാളുടെയും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഭയന്നിട്ടാണ് എങ്കിൽ മുദ്ദ് കൊടുക്കേണ്ടതില്ല, ഖളാ വീട്ടിയാൽ മതി. കുട്ടിയുടേത് മാത്രമാകുകയാണ് മുദ്ദ് കൊടുക്കേണ്ടതും ഖളാ വീട്ടേണ്ടതും ആയി വരുന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ കുട്ടിയുടേതല്ല, നമ്മുടെ ഗർഭിണിയുടെ ആരോഗ്യമാണ് ഭയക്കുന്നത്, അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഗർഭിണിയുടെയും ആ കുട്ടിയുടെയും ആരോഗ്യം ഭയക്കുന്നുണ്ട് ഇങ്ങനെ നോമ്പനുഷ്ഠിച്ചാൽ, അങ്ങനെയെങ്കിൽ മുദ്ദ് കൊടുക്കേണ്ടതില്ല, ഖളാ വീട്ടിയാൽ മതി. കുട്ടിയുടേത് മാത്രമാണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ പറഞ്ഞ മുദ്ദ് കൊടുക്കേണ്ടതും ഖളാ വീട്ടേണ്ടതുമായ സാഹചര്യം വരുന്നത്. അതുപോലെ തന്നെ മുല കൊടുക്കുന്ന സ്ത്രീകൾ മുലപ്പാൽ കുറയുമെന്ന് ഭയപ്പെടുന്നുണ്ട് നോമ്പനുഷ്ഠിച്ചാൽ, അതിപ്പോൾ കുട്ടിയുടെ ആരോഗ്യപരമായി ബന്ധപ്പെട്ട വിഷയമാണ്, അപ്പോൾ അവർ മുദ്ദ് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ അവരുടെ മുല കൊടുക്കുന്ന സമയത്ത് ആ ഒരു പ്രസവാനന്തരമുള്ള വിഷയങ്ങൾ, അതിനുശേഷം അവരുടെ ആരോഗ്യപരമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണെങ്കിൽ മുദ്ദ് കൊടുക്കേണ്ടതില്ല, ഖളാ വീട്ടിയാൽ മതി. അങ്ങനെയാണ് മുദ്ദിൻ്റെയും ഖളാഇൻ്റെയും വിഷയങ്ങൾ വരുന്നത്. വളരെ സിമ്പിളായൊരു വിഷയമാണ്, മനസ്സിലാക്കാനും പഠിക്കാനും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഈ മുദ്ദ് കൊടുക്കേണ്ടത് ആർക്കാണ് എന്നൊരു സംശയം. നമ്മൾ സക്കാത്തിൻ്റെ അവകാശികൾക്ക് ആണോ അത് കൊടുക്കേണ്ടത് അല്ലയോ എന്ന്. സക്കാത്തിൻ്റെ അവകാശികളിൽ 8 ആളുകളുണ്ട്. അതിൽ വളരെ ചുരുങ്ങിയ ആളുകളെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ളൂ. പക്ഷേ ഈ മുദ്ദ് കൊടുക്കേണ്ടത്, ഖളാ ആയ നോമ്പിൻ്റെ മുദ്ദ് കൊടുക്കേണ്ടത്, അത് ഫുഖറാക്കൾക്കും മിസ്കീന്മാർക്കുമാണ്. അത് പാവപ്പെട്ട ആളുകൾക്കാണ്. അത് കടക്കാർക്ക് കൊടുത്തത് കൊണ്ടോ അതിൽ മറ്റു വിഭാഗത്തിന് കൊടുത്തത് കൊണ്ടോ ഒന്നും ആ ഒരു മുദ്ദ്, ആ ഒരു ഖളാ, അതിൻ്റെ ആ ഒരു നിർബന്ധം, ആ ഒരു ഫർള് വീടുകയില്ല. അത് തീർച്ചയായിട്ടും ഫുഖറാക്കൾക്കും മിസ്കീന്മാർക്കും മാത്രമാണ് നൽകേണ്ടത്. അത് ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്കോ അതല്ലെങ്കിൽ മറ്റു സംരംഭങ്ങളിലേക്കോ ഒന്നും നൽകിയാൽ അത് മുദ്ദ് വീടില്ല. അതിൻ്റെ പൈസ കൊടുത്തത് കൊണ്ടൊന്നും വീടില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ ധാന്യമായി ഉപയോഗിക്കുന്ന, നമ്മുടെ നാട്ടിലിപ്പോൾ അരി, അതാണ് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ അതിന് പകരം പൈസയായിട്ട് അതല്ലെങ്കിൽ വേവിച്ച ഭക്ഷണമോ പാകം ചെയ്തിട്ടൊന്ന് കൊടുത്താലൊന്നും അവർ ഫർള് വീടുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.